Over to Lizzie sister. We welcome you, Lizzie sister, to this Google Meet. May God bless you. Praise the Lord. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഈ മീറ്റിംഗിൽ ലീഡ് ചെയ്യുന്ന പ്രിയ ഹിന്ദു സിസ്റ്റർ, അപ്പോൾ തന്നെ പ്രയർ ലൈനിൽ കടന്നു വന്നിരിക്കുന്ന മറ്റെല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി നമുക്ക് ഒരു വാക്യം വായിക്കാം. സംഖ്യാപുസ്തകം 11-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം. മോശ യഹോവയോട് പ്രാർത്ഥിച്ചു, അപ്പോൾ തീ കെട്ടുപോയി. ഇന്നത്തെ എൻ്റെ പ്രസംഗ വിഷയത്തിന്റെ ടൈറ്റിൽ പ്രാർത്ഥന അല്ലെങ്കിൽ പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. ഈ സംഖ്യാപുസ്തകം 11-ാം അധ്യായം 2-ാം വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാനായിട്ട് കഴിയുന്നു: മോശ യഹോവയോട് പ്രാർത്ഥിച്ചു, അപ്പോൾ തീ കെട്ടുപോയി. ഇവിടെ തീ ഉണ്ടാകുവാൻ ഇടയായ കാരണം ജനത്തിന്റെ പിറുപിറുപ്പാണ്. അപ്പോൾ ജനം യഹോവയ്ക്ക് വിരോധമായി പിറുപിറുത്തപ്പോൾ അവരുടെ ഇടയിലേക്ക് യഹോവ തീ അയച്ചു. അവരിൽ ചിലർ നശിച്ചുപോയി. അപ്പോൾ വീണ്ടും മോശ യഹോവയോട് പ്രാർത്ഥിച്ചപ്പോൾ തീ കെട്ടുപോയി. നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നല്ലോ, ദൈവം മോശയോട് മുൻകാലങ്ങളിൽ തീ കൊണ്ട് അല്ലെങ്കിൽ തീയിൽ നിന്ന് ഉത്തരമരുളിയ ദൈവമാണ് അല്ലെ. തീയിലൂടെ ദൈവം സംസാരിപ്പാൻ ഇടയായി തീർന്നു. ആ തീ എന്ന് പറഞ്ഞാൽ അത് നശിപ്പിക്കുന്ന തീ ആയിരുന്നില്ല, തന്നെ ദൈവശബ്ദം കേൾപ്പിക്കുന്ന തീയായിരുന്നു. കാരണം അത് മുൾപ്പടർപ്പിൽ കത്തിയ തീയാണ്. ആ തീ കത്തി എങ്കിലും അത് ഒരിക്കലും ആ മുൾപ്പടർപ്പിനെ നശിപ്പിച്ച് കളയുകയോ അല്ലെങ്കിൽ മോശയ്ക്ക് അത് നിമിത്തം ഒരു പ്രയാസം ഉണ്ടാവുകയോ ചെയ്തില്ല. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു, മോശ യഹോവയോട് പ്രാർത്ഥിച്ചു, അപ്പോൾ തീ കെട്ടുപോകുവാൻ ഇടയായി തീർന്നു. രണ്ടാമതായിട്ട് 1 ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം. അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു. അപ്പോൾ മനോവ്യസനത്തോടെ പ്രാർത്ഥിക്കാം, സന്തോഷത്തോടെ പ്രാർത്ഥിക്കാം, സങ്കടത്തോടെ പ്രാർത്ഥിക്കാം, വെറുതെ നേരം പോക്കിന് വേണ്ടി, അങ്ങനെ പല വിധത്തിൽ നമുക്ക് പ്രാർത്ഥന കാണുവാനായിട്ട് കഴിയും. പക്ഷേ ഇവിടെ അന്ന പ്രാർത്ഥിച്ചത് വളരെ മനോവ്യസനത്തോടെയാണ് പ്രാർത്ഥിച്ചത്. കാരണം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നല്ലോ, ഏലി പുരോഹിതന്റെ മക്കളുടെ ശുശ്രൂഷയിൽ അല്ലെങ്കിൽ അവർക്ക് തുടർന്നുള്ള നാളുകളിൽ ന്യായപാലനം ചെയ്യുവാൻ കഴിയില്ല, അല്ലെങ്കിൽ ജനത്തെ നന്നായി നടത്തുവാൻ കഴിയില്ല. അങ്ങനെ ഒരു തലമുറയാണ് അവരായിട്ട് ഹൊഫ്നിയും ഫിനെഹാസും ആയിത്തീർന്നത്. ആ സമയത്ത് അന്ന വളരെ മനോവ്യസനത്തോടെ പ്രാർത്ഥിച്ചു, കർത്താവേ, നീ എനിക്കൊരു പുരുഷ പ്രജയെ തന്നാൽ അവനെ ദൈവവേലയ്ക്ക് അയക്കാം, അല്ലെങ്കിൽ ആ ദൈവിക ശുശ്രൂഷയിൽ ഞാൻ അവനെ കൊടുക്കാം എന്ന് പ്രാർത്ഥിപ്പാൻ ഇടയായി തീർന്നിട്ടുണ്ട്. നോക്കിക്കേ, അപ്പോൾ കർത്താവ് അന്നയുടെ പ്രാർത്ഥന കേട്ടു. കാരണം ഇന്ന് നമുക്കറിയാലോ, ഒരു സഭയെ നയിക്കുവാൻ, ഒരു സംഘത്തെ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയെ നയിക്കുവാൻ ഒരു ദൈവദാസനില്ല എങ്കിൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ നമുക്കറിയാമല്ലോ. ഒരു മീറ്റിംഗ് തുടങ്ങി അല്പസമയം ആ ദേവദാസൻ എത്തിയിട്ടില്ലെങ്കിൽ, എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലുള്ള ഒരു വെപ്രാളം, ഒരു പ്രയാസം. നമ്മൾ വളരെ പലതും പ്രതീക്ഷിച്ചാണ് നാം ഓരോരുത്തരും ദൈവസന്നിധിയിൽ ചെല്ലുക. ആ കേൾക്കപ്പെടുന്ന വചനം എനിക്കൊരു അനുഗ്രഹമാകണം, എനിക്കൊരു ആശ്വാസമാകണം, എനിക്കൊരു ധൈര്യമാകണം, എനിക്കൊരു ബലമാകണം, നാളെ എൻ്റെ ഓരോ സ്റ്റെപ്പും മുൻപോട്ട് എടുത്തു വെക്കുന്നതിന് ഒരു അനുഗ്രഹമാകണം, അല്ലെങ്കിൽ ആ ദൈവവചനം എന്നോട് സംസാരിക്കണം എന്നുള്ള ചിന്തയോടുകൂടിയാണ് നാം ഓരോ ദിവസങ്ങളിലും ഓരോ മീറ്റിങ്ങുകളിൽ നാം ഓരോരുത്തരും പ്രാർത്ഥനയോടെ കടന്നു പോകാറുള്ളത്. അപ്പോൾ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നു, അങ്ങനെ നയിക്കുവാൻ വേണ്ടി എനിക്കൊരു പുരുഷ പ്രജയെ നൽകണമെന്ന് അന്ന ദൈവത്തോട് പ്രാർത്ഥിച്ചു. നോക്കിക്ക്, ആ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകി കൊടുത്തു. സമയമായപ്പോൾ ദൈവാലയത്തിൽ ആ പൈതലിനെ കൊണ്ടുപോയി ആ പുരോഹിതനെ ഏൽപ്പിക്കുവാനിടയായി തീർന്നു. നോക്കിക്ക്, അവിടെ കൊണ്ടൊന്നും കർത്താവ് അന്നയെ കൈവിട്ടില്ല. വീണ്ടും ദൈവം തലമുറകളെ നൽകി അനുഗ്രഹിച്ചത് കാണുവാൻ കഴിയുന്നല്ലോ. നാം ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, നമ്മുടെ തലമുറകൾ ഇന്ന് നാം ദൈവനാമത്തിന് വേണ്ടി അല്ലെ ദൈവിക ശുശ്രൂഷകൾക്ക് വേണ്ടി അവരെ നൽകിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മെ കർത്താവ് കൈവിടുകയില്ല. ചില വർഷങ്ങൾക്ക് മുൻപ് ഞാൻ കേട്ട ഒരു സംഭവം ദൈവമക്കളുടെ മുൻപാകെ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. തിരുവനന്തപുരത്ത് ഒരു വളരെ നല്ലൊരു കുടുംബത്തിൽ ഒരു ധനികനായ ഒരു മനുഷ്യൻ, ഒരുപാട് ഭൂസ്വത്തുണ്ട്, ഒരുപാട് ജോലിക്കാർ അദ്ദേഹത്തിനുണ്ട്. ഏകദേശം ഞാൻ ഈ സംഭവം കേട്ടിട്ട് ഇപ്പൊ 20 വർഷം കഴിഞ്ഞു. അതിനൊക്കെ എത്രയോ നാൾ മുൻപ് ഒരപ്പച്ചൻ പറഞ്ഞൊരു സംഭവമാണ്. അങ്ങനെ ആ അപ്പച്ചന് അദ്ദേഹത്തിന് ഈ ഭൂസ്വത്തിന്റെ ഉടമയ്ക്ക് ഒരേ ഒരു മകനായിരുന്നു ഉണ്ടായിരുന്നത്. ആ മകൻ അന്നത്തെ കാലത്ത് നല്ലൊരു ജോലിയായിരുന്നു. അങ്ങനെ ആ ജോലിയിലൊക്കെ അദ്ദേഹം ആയിരിക്കുമ്പോൾ
തന്റെ ഭാര്യയും തന്റെ പപ്പയും ആയിരുന്നു ആ വീട്ടിലുണ്ടായിരുന്നത്. ഒരുപാട് ജോലിക്കാരും. അങ്ങനെ കുറെ നാൾ കഴിഞ്ഞപ്പോൾ ഈ പിതാവിന് അസുഖം ബാധിതനായി. അപ്പോഴെന്ത് ചെയ്യുന്നറിയോ, ഈ നല്ല മനുഷ്യൻ തന്റെ ഉദ്യോഗസ്ഥരോട് ചെന്ന് പറഞ്ഞു, എനിക്ക് ജോലി റിസൈൻ ചെയ്യണം, റിസൈൻ ലെറ്റർ ഇതാ, എന്റെ പപ്പയ്ക്ക് സുഖമില്ല, എന്റെ പപ്പയെ ഞാൻ മാത്രമേ ശരിയാകുള്ളൂ എന്ന് പറയാൻ വേണ്ടിയായി. അപ്പൊ അവിടെ അധികാരികൾ ഒരിക്കലും അവർ അനുവദിച്ചില്ല. പക്ഷെ ഇദ്ദേഹം റിസൈൻ ലെറ്റർ കൊടുത്തു അവിടുന്ന് പോകുവാനിടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ചെന്ന് അദ്ദേഹം തന്റെ പിതാവിനെ വളരെ സ്നേഹത്തോടെ അദ്ദേഹം പിതാവിനെ ശുശ്രൂഷിച്ചു, വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു, ഉറക്കളച്ചിരുന്നു, വേണ്ട എല്ലാ കാര്യങ്ങളും വളരെ സന്തോഷത്തോടെ ചെയ്തു കൊടുക്കുവാനിടയായി തീർന്നു. അപ്പോ കുറച്ചു ദിവസമൊക്കെ ഇങ്ങനെ നോക്കിയൊക്കെ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ ആ പിതാവ് തന്റെ മകനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് പറഞ്ഞു, മോനെ, ഞാൻ പ്രായമായപ്പോൾ നീ എന്നെ നോക്കുവാൻ നിന്റെ ജോലി ഉപേക്ഷിച്ച് നീ കടന്നു വന്നു. പക്ഷേ നീ പ്രായമാകുമ്പോൾ നിന്നെ ആര് നോക്കും മകനെ എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും പരസ്പരം കെട്ടിപ്പിടിച്ച് രാത്രിയിൽ കരഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും ഉറങ്ങി. നേരം വെളുത്തപ്പോഴത്തേക്കും ആ പിതാവ് മരണപ്പെടുവാനിടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, എന്നാൽ ആ പിതാവ് മരിച്ച് ഏകദേശം 10 മാസം കഴിഞ്ഞപ്പോഴേക്കും ഇത്രയും നാള് തലമുറകളില്ലാതിരുന്ന ഈ സാറിന് ദൈവം അനുഗ്രഹിക്കപ്പെട്ട തലമുറയെ നൽകി കൊടുക്കുവാനിടയായി തീർന്നു. നോക്കിക്ക് ആ ദൈവത്തിന്റെ കരുതൽ. അദ്ദേഹത്തിന് എന്റെ വീട്ടിൽ ജോലിക്കാരുണ്ടല്ലോ, അവരെന്റെ പപ്പയെ നോക്കിക്കോട്ടെ എന്നൊന്നും ഒരിക്കലും കരുതിയില്ല. നാം ഇന്നത്തെ ലോകത്തിലേക്ക് നോക്കുകയാണെങ്കിൽ, ഈ കാലഘട്ടത്തിലാണെങ്കിൽ നമുക്ക് എല്ലായിടങ്ങളിലും കാണുവാനായിട്ട് കഴിയുന്നു. വലിയ വലിയ സ്വത്തിനുടമകൾ അല്ലെങ്കിൽ വലിയ വലിയ ജോലിക്കാരായ മക്കൾ, അവരൊക്കെയും ഏതെങ്കിലും വിദേശ രാജ്യങ്ങളിലായിരിക്കും. ഉപേക്ഷിക്കപ്പെടുന്നു എന്ന് പറയുന്ന അവരുടെ മാതാപിതാക്കളായിരിക്കും ആ ഭവനത്തിൽ, ആ വലിയ കൊട്ടാരം മൂലുള്ള വീട്ടിൽ. ചില ഭവനത്തിൽ ഏകരായ പിതാക്കന്മാരായിരിക്കാം, ചില ഭവനത്തിൽ ഏകരായ മാതാക്കൾ മാത്രമായിരിക്കാം, അവർക്കൊരു ഹോം നേഴ്സും ഒക്കെയായിട്ട് അങ്ങനെ അവർ കഴിഞ്ഞുകൂടുന്ന ഒരനുഭവം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. നോക്കിക്കേ, ഇവിടെ നമുക്ക് അന്ന മനോവ്യസനത്തോടെ പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ പ്രാർത്ഥന ദൈവം അവിടുന്ന് കേൾക്കുവാനിടയായി തീർന്നു. പ്രിയമുള്ളവരെ, നാം ഇതുപോലെ മനോവ്യസനത്തോടെ പ്രാർത്ഥിച്ച അനുഭവം നമുക്കുണ്ടായിട്ടില്ലേ? നമുക്കുണ്ടല്ലോ. നാം തലമുറകളെ ഓർത്ത്, നശിച്ചു പോകുന്ന ആത്മാക്കളെ ഓർത്ത്, ആരോടും തുറന്നു പറയാൻ കഴിയാത്ത ചില സങ്കട നിമിഷങ്ങൾ വരുമ്പോൾ നമുക്ക് ആർക്കും വായിൽ നിന്ന് വാക്കുകൾ വരില്ല. ചിലപ്പോൾ ഒരു മൂളൽ മാത്രമായിരിക്കാം, ചിലപ്പോൾ ചില കണ്ണുനീർ മാത്രമായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഞരക്കം മാത്രമായിരിക്കാം. നമുക്കങ്ങനെ ദൈവം മറുപടി തന്നിട്ടില്ലേ പ്രിയപ്പെട്ടവരെ? ഇനിയും തരുവാൻ നമ്മുടെ ദൈവം ശക്തനല്ലേ? നാം അതൊന്ന് ഒരിക്കൽ കൂടെ ഓർക്കുക. വീണ്ടും നാം പ്രാർത്ഥനയിൽ തളർന്നു പോകരുത്, നാം പ്രാർത്ഥനയിൽ മടുത്തു പോകരുത്. ദൈവത്തിന്റെ പ്രവൃത്തി നിശ്ചയമായും നാം ഒഴുക്കുന്ന കണ്ണുനീരിനും പ്രാർത്ഥനയ്ക്കും നിശ്ചയമായിട്ടും നമുക്ക് മറുപടി ലഭിക്കുവാൻ ഇടയായി തീരും. നമുക്ക് വീണ്ടും 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 33-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, അവൻ വാതിൽ അടച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു. ഈ സംഭവങ്ങളെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് ഞാൻ വാക്യം എടുത്ത് വായിപ്പിക്കാതെ അതിന്റെ ആ കണ്ടന്റ് മാത്രം പറഞ്ഞു മുൻപോട്ട് പോകുന്നത്. നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുമല്ലോ ശൂനേംകാരിയുടെ മകനെ ഉയർപ്പിച്ചതായ കാര്യം. ഇല്ല, നോക്കിയേ, ഇവിടെയും ഒരു ഏക മകൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷെ നോക്കിക്കേ, ആ ശൂന്യകാരത്തി നമ്മുടെ ഭവനത്തിന്റെ മുൻപിലൂടെ കടന്നു പോകുന്ന അദ്ദേഹം ഒരു ദൈവപുരുഷനാണ്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിന് ഒരു മാളികയിൽ ഒരു മുറി കൊടുത്ത് അദ്ദേഹത്തിന് ഒരു കട്ടിലും ഒരു നാൽക്കാലിയും ഒക്കെ കൊടുക്കാമെന്ന് തന്റെ ഭർത്താവിനോട് പറയുമ്പോൾ നോക്കിക്കേ, ആ ഭർത്താവ് അതുപോലെ ചെയ്തു കൊടുക്കുന്ന നല്ലൊരു ഭർത്താവ്. നോക്കിക്കേ, ഇന്നത്തെ ഒരു സ്ത്രീ, നാം ഓരോരുത്തരുമാണ് നമ്മുടെ ഭർത്താക്കന്മാരോട് ഇങ്ങനെ പറയുന്നതെങ്കിൽ അവർക്കത് താല്പര്യമാകുമോ പ്രിയമുള്ളവരെ? ഒരിക്കലുമില്ല, അല്ലേ? നോക്കിക്കേ, പക്ഷെ ഇവിടെ ഈ ശൂന്യകാരത്തി പറഞ്ഞതുപോലെ തന്റെ പ്രിയപ്പെട്ടവൻ അത് അങ്ങനെ ചെയ്തു കൊടുക്കുവാൻ ഇടയായി തീർന്നു. നോക്കിക്കേ, ദൈവം അവൾക്കൊരു കുഞ്ഞിനെ കൊടുത്തു. ആ കുഞ്ഞ് ചില നാളുകൾ കഴിഞ്ഞപ്പോൾ മരണപ്പെട്ടു പോകുവാനിടയായി തീർന്നു. നോക്കിക്കേ, ദൈവം ആ ഭവനം, ആ ശൂന്യകാരത്തി ഭവനമെല്ലാം അദ്ദേഹത്തിന് തുറന്നു കൊടുത്തു. എങ്കിലും തന്റെ കുഞ്ഞ് മരിച്ച വിവരം ഒരിക്കലും ആ പ്രവാചകന് വെളിപ്പെടുത്തി കൊടുത്തില്ലായിരുന്നു, ഇല്ലേ? നോക്കിക്കേ, ആ ബാല്യക്കാരൻ പറയുകയാണ്, അവൾ മനോദുഃഖത്തോടെയാണ് കടന്നു വന്നിട്ടുള്ളതെന്ന് പറയുവാനിടയായി തീർന്നു. നോക്കിക്കേ, ഇവിടെ അവളുടെ സങ്കടം ഉണർത്തിച്ചപ്പോൾ ആ ബാലനെ എന്ത് ചെയ്തു? ആ പ്രവാചകൻ കിടന്നിരുന്ന ആ കട്ടിലിന്മേൽ കൊണ്ടുപോയി കിടത്തി അദ്ദേഹം ആ കുഞ്ഞിന്റെ മേൽ കവിണ്ണ് വീണ് പ്രാർത്ഥിപ്പാനിടയായി തീർന്നു. അങ്ങനെ 1-ാം പ്രാവശ്യം പ്രാർത്ഥിച്ചു, ആ റൂമിലൂടെ നടന്നു. വീണ്ടും 2-ാം പ്രാവശ്യം കവിണ്ണ് വീണ് പ്രാർത്ഥിച്ചപ്പോൾ ആ പൈതൽ എഴുന്നേറ്റ് 7 പ്രാവശ്യം തുമ്മി. നോക്കിക്കേ, കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ജീവൻ വീണ്ടെടുക്കുവാനിടയായി തീർന്നു. അല്ലെങ്കിൽ ആ ജീവൻ, നഷ്ടപ്പെട്ടു പോയ ജീവൻ
ആ പൈതലിലേക്ക് മടങ്ങി വരുവാനിടയായി തീർന്നു. ഇവിടെ ആ പ്രവാചകൻ വാതിലടച്ച് യഹോവയോടാണ് പ്രാർത്ഥിച്ചത്. ഒരിക്കലും താൻ തന്റെ ബാല്യക്കാരനെ ആ കൂടെ കൊണ്ടുപോയിട്ടുണ്ടാവില്ല. താനും ദൈവവും അല്ലെ യഹോവയായ ദൈവവും മാത്രമായിട്ടാണ് അവിടെ ഒരു സംസാരം, അവിടെ ഒരു എന്താ പറയാ സങ്കടങ്ങളെ പകർന്നത്. യഹോവേ നീ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞത്. ഇന്ന് ഇങ്ങനെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. നാമും ഇതുപോലെ നമ്മുടെ സങ്കട നിമിഷത്തിൽ, നമ്മുടെ വേദനകൾ വരുന്ന നിമിഷങ്ങളിൽ, നമുക്ക് ആരോടും തുറന്നു പറയാൻ കഴിയാത്ത പ്രയാസങ്ങൾ വരുമ്പോൾ നാമും നമ്മുടെ അകത്ത് കയറി നമ്മുടെ പ്രാർത്ഥനാ മുറിയുടെ വാതിലുകൾ അടച്ച് നാമും യഹോവയോട് പ്രാർത്ഥിക്കുമാറാകണം. പ്രാർത്ഥിച്ചാൽ നിശ്ചയമായും നമുക്കും അതിന്മേലെ ദൈവത്തിന്റെ മറുപടി കാണുവാനായിട്ട് ഇടയായിത്തീരും. അടുത്തതായിട്ട് ഇയ്യോബിന്റെ പുസ്തകം 42-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം ഇങ്ങനെ കാണുന്നു. ഇയ്യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നാം ഓരോരുത്തരും, നമുക്ക് എല്ലാവർക്കും ഇന്ന് ധാരാളം സ്നേഹിതന്മാരുണ്ട്. ആത്മീയമായ സ്നേഹിതന്മാരുണ്ട്, അല്ലാതെയുള്ള സ്നേഹിതന്മാരൊക്കെ നമുക്കുണ്ട്. പക്ഷെ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നു ഇയ്യോബിനോട് ദൈവം പറഞ്ഞ തന്റെ സ്നേഹിതന്മാർ എന്തൊരു സ്നേഹമായിരുന്നു അല്ലെ. നമ്മൾ ആ ഇയ്യോബിന്റെ പുസ്തകം ആദ്യ അധ്യായങ്ങളിലേക്കൊക്കെ വരുമ്പോൾ നോക്കിക്കേ, ദൈവം ഒരുപാട് ഭൂസ്വത്ത് കൊടുത്തു, ദൈവത്തിന്റെ സംരക്ഷണം ഉണ്ടായിരുന്നു, എല്ലാം ദൈവം കൊടുത്തു. പക്ഷെ മുൻപോട്ട് വരുമ്പോൾ നോക്കി, അവന്റെ പ്രാണസ്നേഹിതന്മാരായിരുന്ന ആ സ്നേഹിതന്മാർ കടന്നു വന്നപ്പോൾ 40 രാവും 40 പകലും അവനോടുകൂടെ ഉപവസിക്കുകയും കരയുകയും ചെയ്തു. പ്രിയമുള്ളവരെ, നാം പണ്ട് കാലങ്ങളിൽ ഒക്കെ നമ്മുടെ വിശ്വാസത്തിന്റെ പ്രാരംഭ നാളുകളിലൊക്കെ ചില അപ്പച്ചന്മാരും അമ്മച്ചിമാരും അന്നത്തെ ദേവദാസനും ദേവദാസിയും ഒരു പ്രശ്നം, ഒരു കുടുംബത്തിൽ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ, മറ്റൊന്നുമില്ല. വൈദ്യനെ കാണാൻ പോകുന്നതോ അല്ലെങ്കിൽ എവിടെ ഒരു വൈദ്യനുണ്ടോ അല്ലെങ്കിൽ ഏത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം എന്നൊരു ചിന്തയുമേ ഇല്ല. അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു പ്രാർത്ഥന മാത്രം. പക്ഷെ നോക്കിക്കേ, അങ്ങനെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ എത്ര വിടുതലിന്റെ സാക്ഷ്യങ്ങൾ നമുക്ക് കേൾക്കുവാനും കാണുവാനും ഇടയായിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. ഇന്നാണെങ്കിൽ അങ്ങനെയുള്ള രോഗം വന്നിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ സയൻസ് പറയും ആ രോഗി മരിച്ചു പോകുള്ളൂ, ഇനി അവരെ സുഖമാക്കാൻ കഴിയില്ല. ചില മണിക്കൂറുകൾ ഒക്കെ അവരെന്ത് ചെയ്യും, അവർ വിധി എഴുതും. പക്ഷെ നോക്കിക്കേ, അന്ന് ഒരുമനപ്പെട്ട് ജനം പ്രാർത്ഥിച്ചു. അവർക്ക് ഭക്ഷണം കഴിക്കണമെന്നോ വീട്ടിൽ പോകണമെന്നോ ഒന്നുള്ള ചിന്തയുണ്ടായിരുന്നില്ല. അവർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിപ്പാനിടയായി തീർന്നു. അപ്പൊ നോക്കിക്കേ, ഇതുപോലെ ആയിരിക്കും ആ സ്നേഹിതന്മാരും ആ ഇയ്യോബിനോട് കൂടെ കടന്നു വന്നത്. പക്ഷെ പിന്നീട് എന്ത് ചെയ്തു, കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ അവർ എന്ത് ചെയ്തു, ഇയ്യോബിന്റെ കുറ്റം കണ്ടെത്തുവാനായിട്ടാണ് ഇടയായി തീർന്നത്. നാം ഒന്ന് അവരിലേക്കൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ആ സ്നേഹിതരെന്ത് ചെയ്യും, നമ്മളോർക്കും ജീവൻ പകുത്തു കൊടുക്കാൻ എന്ന് വെച്ചാൽ അത്രയ്ക്ക് സ്നേഹമായിരിക്കും ആ എലീഫസിനും അവർക്കെല്ലാവർക്കും. പക്ഷെ നോക്കിക്കേ, കുറ്റം പറഞ്ഞു, ഒരാൾ കുറ്റം പറഞ്ഞു കഴിയുമ്പോൾ എന്ത് ചെയ്യും, അടുത്ത സ്നേഹിതൻ അവരുടെ കൂടി കുറ്റം പറഞ്ഞു. പക്ഷെ നോക്കിക്കേ, ദൈവം അവിടെ പറയുകയാണ് ഇയ്യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പൊ ഇയ്യോബ് സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഇയ്യോബിന്റെ സ്ഥിതിയാണ് ഭേദം വരുത്തിയത്. നോക്കിക്കേ, ഇയ്യോബിന് നഷ്ടമായതൊക്കെ ദൈവം ഇരട്ടിയായിട്ട് കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ. നാം നമ്മുടെ സ്നേഹിതന്മാർക്ക് വേണ്ടി, നശിച്ചു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി, നമ്മുടെ ചുറ്റും ഞെരുക്കം അനുഭവിക്കുന്നവർക്കൊക്കെ പ്രാർത്ഥിക്കുന്നതാണ്. നാം അങ്ങനെ ഒരു വിശാലമായ ഒരു പ്രാർത്ഥനയിലേക്ക് ദൈവം നമ്മെ നടത്തുമ്പോൾ ദൈവം നമ്മുടെ സ്ഥിതികൾക്ക്, നമ്മുടെ കുടുംബത്തിലുള്ളവരുടെ സ്ഥിതികൾക്ക്, നമ്മുടെ തലമുറകളുടെ സ്ഥിതികൾക്ക് നിശ്ചയമായി മറുപടി തരും. തന്നിട്ടുണ്ടല്ലോ. നമുക്ക് ഓരോരുത്തർക്കും ദൈവം ചെയ്ത നന്മകളും ഉപകാരങ്ങളും പറയുവാനാണെങ്കിൽ നമ്മുടെ മുമ്പിൽ സമയം പോരല്ലോ പ്രിയപ്പെട്ടവരെ. നമുക്ക് കാണുവാനായിട്ട് അങ്ങനെ കഴിയുന്നല്ലോ. അപ്പൊ നോക്കിക്കേ, ഇയ്യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനിടയായിത്തു. അടുത്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് യിരെമ്യാവിന്റെ പുസ്തകം 32-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം. ഞാൻ യഹോവയോട് പ്രാർത്ഥിച്ചു തന്നെ. ഇവിടെ യിരെമ്യാവിന് ഒരു വലിയ പ്രാർത്ഥനയാണ്. ആ വലിയ പ്രാർത്ഥന അതൊക്കെ എല്ലാം സങ്കടം ബോധിപ്പിച്ച് അതെല്ലാം പറഞ്ഞ് ലാസ്റ്റ് അതിന്മേലെ തീർപ്പ് കൽപ്പിക്കുന്ന പോലുള്ള രംഗം നോക്കിക്കേ. അപ്പോൾ ദൈവം അവരിലൂടെ നീ അല്ലാതെ മറ്റൊരു ദൈവമില്ല, നീ അല്ലാതെ മഹാദൈവമില്ല, അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവം നീ അല്ലാതില്ല, ഇങ്ങനെയൊക്കെ വർണ്ണിക്കുന്നുണ്ട് അവിടെ. ഇനി ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകട്ടെ. അടുത്തതായിട്ട് മത്തായി സുവിശേഷം 26-ാം അധ്യായം അതിന്റെ 39-ാം വാക്യം. നമ്മുടെ കർത്താവ്, നമ്മുടെ യേശു പ്രാർത്ഥിക്കുകയാണ്, നീ ഇച്ഛിക്കും പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അല്ലേ പ്രിയപ്പെട്ടവരെ, നോക്കിക്കേ, ആ പ്രാണവേദനയിലായപ്പോഴും കർത്താവിന് എന്ത് ചെയ്യുക, കർത്താവിനോട് അത്ഭുതം ചെയ്ത് അതിൽ നിന്ന് ആ ശത്രുക്കളുടെ കയ്യിൽ അകപ്പെടാൻ പോകുന്ന ആ അവസ്ഥയിൽ നിന്ന്
വേണമെങ്കിലൊക്കെ എന്ത് ചെയ്താ, വേണമെങ്കിൽ എന്ന് പറഞ്ഞാൽ മടങ്ങി പോരാമായിരുന്നു. അല്ലെങ്കിൽ അവരെ ആ ഏദൻ തോട്ടത്തിലേക്ക് വരാതെ, നമുക്ക് പറയല്ലോ മുദ്ര വെച്ച് പ്രാർത്ഥിക്കാന്നൊക്കെ നാം പറയല്ലോ, അതുപോലെ പ്രാർത്ഥിക്കാമായിരുന്നു. എങ്കിലും നോക്കിക്കേ, നമ്മെ ഓരോരുത്തരെയും വീണ്ടെടുക്കുവാൻ വേണ്ടി, നമ്മുടെ തലമുറകളെ വീണ്ടെടുക്കുവാൻ വേണ്ടി, നമ്മുടെ ചുറ്റുമുള്ളവരെ വീണ്ടെടുക്കുവാൻ വേണ്ടി ദൈവമായ കർത്താവ് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെ അല്ല, നീ ഇച്ഛിക്കും പോലെ ആകട്ടെ എന്ന് പറയുവാനിടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, നാമും പല ഇച്ഛകളും നമുക്കൊക്കെയും ഉണ്ട്. നമ്മളൊക്കെയും ഒരുപാട് പ്രാർത്ഥന വിഷയങ്ങൾ കർത്താവിന്റെ മുൻപാകെ എല്ലാം കർത്താവിനോട് പറയും. കർത്താവേ, ഇന്നത് വേണം, ഇന്ന കാര്യങ്ങൾ എത്തിക്കണം, തലമുറകളെ ദൈവം എത്തിപ്പിക്കണം, ഞങ്ങൾക്ക് നല്ല ചർച്ച വേണം, ചർച്ചിൽ ആത്മാക്കൾ നിറയെ വേണം, ഒരുപാട് പ്രാർത്ഥന വിഷയങ്ങളൊക്കെ പ്രാർത്ഥിക്കും. എന്നിട്ട് ഒടുവിലായിട്ട് നാം എന്ത് പ്രാർത്ഥിക്കും? കർത്താവേ, ഇതെല്ലാം എൻ്റെ ആവശ്യങ്ങളാണ്, എൻ്റെ ആഗ്രഹങ്ങളാണ് അപ്പ, എന്നാലും എൻ്റെ ഇച്ഛകൾ പോലെയല്ല, നിന്റെ ഹിതം പോലെ അവിടെ സംഭവിക്കട്ടെ എന്ന് നാം ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നവരാണല്ലോ. നോക്കിക്കേ, നമ്മുടെ ദൈവം ആ അവസാന നിമിഷങ്ങളിലായപ്പോഴും പ്രാണവേദനയിലായിട്ടും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി തകർക്കപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിച്ച് അതിന് സ്വയം ഏൽപ്പിച്ചു കൊടുക്കുന്നതായിട്ട് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുമല്ലോ. അടുത്തതായിട്ട് അപ്പോസ്തല പ്രവൃത്തികൾ 4:31 വാക്യം. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നല്ലോ, അവർ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അല്ലെ, എന്തൊരു നീണ്ടൊരു കാത്തിരിപ്പ്. അവിടെയും അവർക്കും വീട്ടിൽ പോകണമെന്നൊന്നുമില്ല. നോക്കിക്കേ, അവർ ഒരുമിച്ചിരുന്ന് അവര് പ്രാർത്ഥിച്ചപ്പോൾ നോക്കിക്കേ, ആ ഭൂമി കുലുങ്ങുവാൻ, അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങുവാൻ ഇടയായി തീർന്നു. അപ്പോൾ നോക്കിക്കേ, ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇന്ന് നാം ഓരോരുത്തരും ആരാധിക്കുന്നവരാണ്, നാം ഓരോരുത്തരും മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷേ നാം ഓരോരുത്തരും ഇന്നിരിക്കുന്ന സ്ഥലം കുലുങ്ങുന്ന അവസ്ഥയിലൊന്നും ആകുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? നാം ഒന്ന് നമ്മെ തന്നെ നമ്മുടെ ചർച്ചിലേക്ക്, നമ്മുടെ ദൈവമക്കളിലേക്ക് ഒന്ന് തിരിഞ്ഞു ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അന്നത്തെ ആ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ഇന്നും നാം ആയിരിക്കുന്ന കുടുംബത്തിൽ, നാം ആയിരിക്കുന്ന ചർച്ചയിൽ, നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തിന് നിശ്ചയമായിട്ടും പ്രവർത്തിപ്പാൻ കഴിയും, അല്ലെങ്കിൽ ദൈവത്തിന് നിശ്ചയമായിട്ടും അവിടെ ചെയ്യുവാൻ കഴിയും. അവർ കൂടിയിരുന്ന, അവർ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. നോക്കിക്കേ, ഒരു വലിയ ദൈവപ്രവൃത്തി അവരുടെ ഇടയിൽ വെളിപ്പെട്ടത് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നല്ലോ. വീണ്ടും നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം അതിന്റെ 40-ാം വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. പത്രോസ് അവരെയൊക്കെയും പുറത്തിറക്കി മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. നോക്കിയേ, നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നു, ആ തബീത മരണപ്പെട്ടു പോയി എന്ന് പറഞ്ഞു. അങ്ങനെ തബീതയുടെ അടുക്കൽ അവിടെ കടന്നു വന്നപ്പോൾ എന്ത് ചെയ്തു? കൂടെ ഉണ്ടായിരുന്നവരെയൊക്കെ പുറത്തിറക്കി, എല്ലാവരെയും പുറത്തിറക്കി. നോക്കിക്കേ പ്രിയപ്പെട്ടവരെ, നമുക്ക് ചില സങ്കട വിഷയങ്ങൾ അല്ലെങ്കിൽ ചില ഭാരമേറിയ വിഷയങ്ങളുണ്ട്. അത് ചിലപ്പോൾ 1-2 പേരോടൊക്കെ നമ്മൾ പറഞ്ഞാൽ അവർ കേൾക്കുമായിരിക്കും. പക്ഷെ നമുക്ക് വ്യക്തിപരമായുള്ള അത്രയും ഭാരം അവർക്ക് ആർക്കും ഉണ്ടാകുകയില്ല. കാരണം അത് ദൈവം നമുക്ക് തന്ന ഭാരം മാത്രമാണ് ആ വിഷയത്തിൽ. അപ്പോൾ നോക്കിക്ക്, ഇത് പത്രോസിന് അറിയാമായിരുന്നുകൊണ്ട് പത്രോസ് എന്ത് ചെയ്തു? അവരെയൊക്കെ പുറത്തിറക്കിയിട്ട് പത്രോസ് അവിടെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയുന്നു. എന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് തബീത എഴുന്നേൽക്ക എന്ന് പറയുമ്പോൾ തബീത എഴുന്നേൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഇവിടെയും എന്തായിരുന്നു? ഇവിടെയും ജീവൻ നഷ്ടപ്പെട്ടു പോയിരുന്നു അല്ലേ? ഇവിടെയും ഈ ദൈവകൃത്യൻ അല്ലെങ്കിൽ ഈ പത്രോസ്, കർത്താവിന്റെ ശിഷ്യനായ പത്രോസ് പ്രാർത്ഥിച്ചപ്പോൾ നോക്കിക്കേ, ആ മരിച്ച കുഞ്ഞിനെ അല്ലെ ആ മരിച്ച തബീതയെ ജീവനുള്ള പൈതലാക്കി അവിടുന്ന് അവരുടെ മാതാപിതാക്കൾക്ക് തിരികെ നൽകുന്ന ഒരു അനുഭവം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ. അടുത്തതായിട്ട് ഉള്ള വാക്യം യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്ത് നിന്ന് മഴ പെയ്തു. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്ത് നിന്ന് മഴ പെയ്തു. നോക്കിക്ക, അപ്പോൾ ഒരു പ്രാവശ്യമല്ല പ്രാർത്ഥിച്ചത് അല്ലേ, ഒന്നിലധികം പ്രാവശ്യം ഇവിടെ പ്രാർത്ഥിച്ചത്. അതുകൊണ്ടാണല്ലോ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അപ്പൊ നോക്കിക്കേ, 3 സംവത്സരവും 6 മാസവും മഴ പെയ്യാത്തിടത്താണ് മഴ പെയ്തത്. നമുക്കറിയാലോ, ചില 1-2 മാസങ്ങൾക്ക് മുൻപ് നമ്മുടെ കേരളത്തിലും ഈ വർഷം കൊടും ചൂടായിരുന്നു അല്ലേ. നമ്മളെ കൊണ്ടൊന്നും അത് ചിലർക്കൊക്കെ രോഗമായൊക്കെ പരിണമിച്ചു. നമുക്കൊന്നും അത് സഹിക്കാൻ അത് കഴിയുന്നില്ല. നമ്മുടെ ശരീരത്തിന് താങ്ങാൻ കഴിയാത്ത പ്രയാസങ്ങളിലൂടെ ഒന്ന് മഴ പെയ്തിരുന്നെങ്കിൽ എന്ന് നാം എല്ലാവരും പ്രാർത്ഥിക്കാതെ ഒരു മനുഷ്യനും കാണുകയില്ല. ദൈവത്തെ വിശ്വാസമുള്ളവരും ദൈവത്തിൽ വിശ്വാസം ഇല്ലാത്തവർ പോലും പ്രാർത്ഥിച്ചിട്ടുണ്ടാവും മഴ പെയ്യുന്നു ഇല്ലേ. നോക്കിക്കപ്പം ഒരു 3.5 വർഷം മഴ പെയ്തിട്ടില്ലെങ്കിൽ ആ ഭൂമിയുടെ അവസ്ഥയൊന്നും നമുക്ക് ചിന്തിക്കാനാവോ പ്രിയപ്പെട്ടവരെ? അപ്പോഴന്ന് ജീവിച്ചിരുന്ന ജനം എന്തോരം വലഞ്ഞു, എന്തോരം കഷ്ടപ്പെട്ടു ഇല്ലേ.
അപ്പോൾ നോക്കിക്കേ 3 സംവത്സരവും 6 മാസവും മഴ പെയ്യാതിരുന്നിടത്ത് ദൈവം മഴ പെയ്ച്ചു അല്ലേ? അപ്പോൾ ദൈവം മഴ പെയ്ച്ചു കഴിഞ്ഞപ്പോൾ അവിടെ എന്തുണ്ടായി? അവിടെ ധാന്യം വിളഞ്ഞു. നോക്കിയാ ദൈവത്തിന്റെ കരുതലല്ലേ? ആ മഴ പെയ്തപ്പോൾ ഒരിക്കലും ഭൂമി നാശമായോ നഷ്ടമായോ ഒന്നും പോയില്ല. അവിടെ ധാന്യം വിളയുവാനായിട്ട് ഇടയായി തീർന്നു. വീണ്ടും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു, പത്രോസിന്റെ വിടുതലിന് വേണ്ടി സഭ വളരെ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു അല്ലെ? ശ്രദ്ധയോടെ അവര് ദൈവമക്കൾ എല്ലാവരും ഒരുമനപ്പെട്ട് ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നല്ലോ, ആ 1-ാം കാവലും 2-ാം കാവലും ഒക്കെ കഴിഞ്ഞ് അവർ മുൻപോട്ട് കടന്നു വന്നപ്പോൾ ഇരുമ്പ് വാതിൽ നോക്കി തനിയെ തുറന്നു കൊടുക്കുവാനിടയായി തീർന്നു. നമുക്ക് ഇന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു, വലിയ വലിയ മാളുകളിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ ആ ഗ്ലാസിന്റെ ആ ഡോറ് എന്ത് ചെയ്യും? പതുക്കെ ഇങ്ങനെ അകന്നു മാറും അല്ലെ? അത് ഗ്ലാസിന്റെ ഡോർ. പക്ഷെ ആ ഇരുമ്പ് വാതിൽ നോക്കിക്കേ തനിയെ തുറന്നു. നോക്കിക്കേ ദൈവ മക്കളെ, നോക്കിക്കേ പ്രിയപ്പെട്ടവരെ, അവിടെയുള്ള ദൈവത്തിന്റെ ശക്തി അല്ലെ? എത്രയോ വർഷങ്ങൾക്ക് മുൻപുള്ള സംഭവിച്ച ഒരു കാര്യമാണല്ലോ. നോക്കിക്കേ, ആ ഇരുമ്പ് വാതിൽ തനിയെ തുറക്കണമെങ്കിൽ അതിന്റെ ശക്തി എന്താ? ഒരിക്കലും അതൊരു മാനുഷിക ശക്തി അല്ലല്ലോ. നമുക്കറിയാമല്ലോ, അത് ഉയരത്തിൽ നിന്ന് വന്ന ആ ശക്തി മാത്രമാണ്. അവിടെ ആ അടയപ്പെട്ട ആ ഗേറ്റ് അല്ലെങ്കിൽ ആ ഇരുമ്പ് വാതിൽ തനിയെ തുറന്നു അല്ലേ? നോക്കിക്കേ, സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചപ്പോൾ എന്ത് ചെയ്തു? പ്രാർത്ഥനയുടെ മറുപടി മുറ്റത്തെത്തുവാനിടയായി തീർന്നു. ഇതുപോലെ പ്രിയപ്പെട്ടവരെ, അവർ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചത് കൊണ്ടാണ് ആ മറുപടി അങ്ങനെ ദൈവം അവിടെ മുറ്റത്ത് കൊണ്ട് എത്തിപ്പിക്കാൻ അല്ലെങ്കിൽ അവരുടെ വീട്ടിനകത്ത് കൊണ്ടുപോയി എത്തിപ്പിക്കാനിടയായിട്ടത്. പക്ഷെ അവരത് ഇത്രയും വേഗം ഒന്നും വിടുവിച്ചു വരുമെന്ന് ഒരു പക്ഷേ പ്രതീക്ഷ ഉണ്ടാവില്ല. പലർക്കും വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ട് കൊടുക്കുന്നത് പല അളവിലാണല്ലോ പ്രിയപ്പെട്ടവരെ. ഒന്ന് നോക്കിക്കേ, ആ മറുപടി മുറ്റത്ത് വന്ന് വിളിച്ചപ്പോൾ അവർക്ക് വിശ്വാസം വന്നില്ല. അവര് ജയിലറിലുള്ളവരൊന്നും ഉപദ്രവിക്കല്ലേ, അവരദ്ദേഹത്തിന്റെ ഉറക്കം കെടുത്തി കളയല്ലേ, എന്നെങ്കിലും വിടുവിക്കണമേ, അങ്ങനെയൊക്കെ ആയിരിക്കും ഒരുപക്ഷെ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. പക്ഷെ നോക്കിക്കേ, അവിടെ ആ ദൂതൻ ഇറങ്ങി വന്ന് ദൈവദാസനെ വിടുവിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് പ്രിയപ്പെട്ടവരെ. ആ ദൈവത്തിന്റെ കരുതൽ നാം ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചേ, എത്ര അത്ഭുതകരമാണ് അല്ലേ? അപ്പോ നമ്മൾ ആദ്യമായിട്ട് മോശ യഹോവയോട് പ്രാർത്ഥിച്ചതാണ് നമ്മൾ ആദ്യം കാണുവാനായിട്ട് കഴിഞ്ഞത്. അപ്പോൾ അവിടെ തീ കെട്ടുപോകാനിടയായി തീർന്നു. ജനത്തിന്റെ പിറുവിറുപ്പ് നിമിത്തമായിരുന്നു അവിടെ തീ വരാൻ ഇടയായി തീർന്നത്. രണ്ടാമത് നമ്മൾ ചിന്തിച്ചത്, അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു. ആ വ്യസനത്തോടെ പ്രാർത്ഥിച്ച പ്രാർത്ഥന ദൈവം മറുപടിയായി തന്റെ കൈകളിലും കൊടുക്കുവാനിടയായി തീർന്നു. പിന്നീട് നാം കാണുവാനായിട്ട് കഴിയുന്നു, അവൻ വാതിലടച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു. ശൂന്യംകാരിയുടെ മകനെ ഉയർപ്പിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നില്ല. പിന്നീട് നമുക്ക് കാണുവാൻ ചിന്തിച്ചത്, ഇയ്യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നോക്കിക്കേ, പ്രാർത്ഥിച്ചപ്പോൾ ഇയ്യോബിന്റെ സ്ഥിതിക്കാണ് ഭേദം വരുവാനിടയായി തീർന്നത്. പിന്നെ ഈ രമ്യാവ്, ഞാൻ യഹോവയോട് പ്രാർത്ഥിച്ചത് എന്തെന്നാൽ അതൊരു നീണ്ട പ്രാർത്ഥനയായിരുന്നല്ലോ. വീണ്ടും നമ്മുടെ കർത്താവ് പ്രാർത്ഥിച്ചു, നീ ഇച്ഛിക്കും പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. പ്രാണവേദനയിലായിരുന്നിട്ടും അതിൽ നിന്നും ഒന്ന് വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കാമായിരുന്നു, അല്ലെങ്കിൽ വിടുതൽ സംഭവിക്കുവാൻ അത്ഭുതം അവിടെ ചെയ്യുമായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, നമ്മെ വീണ്ടെടുക്കുവാനായിട്ട് ആ പിതാവിന്റെ ഇച്ഛയ്ക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുവാനിടയായി തീർന്നു. പിന്നെ ദൈവജനം ഒരുമിച്ച് പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആ ഭൂമി കുലുങ്ങിയ അനുഭവം നമുക്ക് കാണുവാനിടയായല്ലോ പ്രിയപ്പെട്ടവരെ. നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നല്ലോ, പത്രോസ് മുട്ടുകുത്തി പ്രാർത്ഥിച്ചതൊക്കെ നോക്കിക്കാൻ നഷ്ടമായതിനെ, 2 സ്ഥലത്ത് മരണപ്പെട്ടു പോയതിനെ തിരികെ ജീവനോടെ നൽകിയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. പിന്നെ ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്ത് നിന്ന് 3 സംവത്സരവും 6 മാസവും മഴ പെയ്യാതിരുന്ന സ്ഥലത്ത് വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ മഴ പെയ്തതിനെ കുറിച്ച് നാം ചിന്തിക്കുവാനിടയായി തീർന്നല്ലോ. ഒടുവിലായിട്ട് സഭ വളരെ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചപ്പോൾ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചപ്പോൾ പത്രോസിനെ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന ദൈവത്തിന്റെ പ്രവൃത്തി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നല്ലോ പ്രിയപ്പെട്ടവരെ. 1-2 മിനിറ്റ് എൻ്റെ സാക്ഷ്യം കൂടെ പറഞ്ഞിട്ട്, കുറച്ച് സമയം 1-2 വാക്കിൽ എൻ്റെ സാക്ഷ്യം പറഞ്ഞിട്ട് ഞാൻ വാക്കുകളിൽ നിന്ന് വിരമിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എനിക്ക് അപ്പച്ചനും അമ്മയും ഉണ്ട്. ഞങ്ങൾ CSI ബാക്ക്ഗ്രൗണ്ടിലാണ് ജനിച്ചു വളരുവാനൊക്കെ ഇടയായി തീർന്നത്. ആദ്യമായിട്ട് എൻ്റെ അമ്മയാണ് യേശുവിനെ അറിയുവാൻ ഇടയായി തീർന്നത്. അപ്പച്ചൻ CSI ആയിരുന്നെങ്കിലും അന്നത്തെ ഞങ്ങളുടെ സാഹചര്യത്തിൽ ചർച്ചിൽ പോകുവാനോ അങ്ങനെയൊന്നും കഴിയാത്തൊരനുഭവമായിരുന്നു. കൂലിപ്പണിക്കാരായ എൻ്റെ പിതാവ് ആയിരുന്നു
ഞങ്ങളുടെ ഭവനം എല്ലാം നന്നായി നടത്തിക്കൊണ്ടിരുന്നത്. എനിക്ക് 2 സഹോദരിയും സഹോദരിമാരും ഒരു സഹോദരനും അടങ്ങുന്ന ഒരു കുടുംബമാണ് ഞങ്ങളുടേത്. ഞങ്ങളെ ദൈവം ഏറ്റവും നന്നായി നടത്തി. എന്നാൽ ഞങ്ങളുടെ അമ്മ വിശ്വാസത്തിൽ കടന്നു വന്നത് നിമിത്തം ഞങ്ങളുടെ അപ്പച്ചൻ ഒരു സംശയരോഗി എന്നൊക്കെ പറയാം, അങ്ങനെ ഒരു അനുഭവത്തിലൂടെ ഞങ്ങളുടെ പിതാവ് കടന്നു പോകാനിടയായി തീർന്നു. ഞാൻ മൂത്ത മോളായതുകൊണ്ട് ഞങ്ങളുടെ അപ്പച്ചനും അമ്മയൊക്കെ ഇങ്ങനെ നിരന്തരം വഴക്കുകൂടും. കാരണം അവർ നല്ല പ്രിയപ്പെട്ടവരായിരുന്നു. കാരണം പകലൊന്നും വഴക്കുണ്ടാക്കില്ല, ഞങ്ങളുടെ ഒന്നും മുമ്പിൽ നിന്നൊന്നും പറയില്ല. ഞങ്ങളൊക്കെ ഉറങ്ങി എന്ന് കണ്ടു കഴിയുമ്പോൾ രാത്രിയിൽ ഇവർ വഴക്കുണ്ടാക്കും. ഞാൻ പല സമയങ്ങളിലും രാത്രിയിലൊക്കെ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നിട്ടുണ്ട്. പക്ഷെ അമ്മയെ പേടിച്ചിട്ട് എന്താന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്നോട്ട് അങ്ങനെ മിണ്ടാതെ അവിടെ കിടക്കും. പക്ഷെ പിന്നീട് ഉറക്കം വരില്ല. ഇവർ രണ്ടുപേരും ഇങ്ങനെ ആയാൽ എന്ത് ചെയ്യും? ആർക്കും പറയാൻ പറ്റില്ല. കാരണം അന്നത്തെ ഞങ്ങളുടെ സാഹചര്യത്തിൽ ഇതൊക്കെ കണ്ട് ഞാൻ അയൽവക്കക്കാരോട് പോലും മിണ്ടില്ല. അങ്ങനെയൊക്കെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. ഞങ്ങൾ സഹോദരങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് എവിടെയെങ്കിലും പോയിട്ട് ഒരുമിച്ച് വരികയാണെങ്കിൽ ഞങ്ങളുടെ അയൽവാസികളും പറഞ്ഞുകൊണ്ട് പറയും, മുമ്പിൽ പോണ ആളോട് ഒന്നും ചോദിക്കേണ്ട, പുറകിലുള്ളവരോട് എന്തെങ്കിലും ചോദിച്ചാൽ മതി, അത് മിണ്ടില്ല എന്ന് പറയും. കാരണം പ്രിയപ്പെട്ടവരെ, ഞാൻ അനുഭവിച്ച ആ വേദനയായിരുന്നു. ഇതാരോട് പറയാൻ പറ്റുമോ? പാസ്റ്ററോട് പറയാൻ പറ്റുമോ? ദീമക്കളോട് പറയാൻ പറ്റുമോ? ആരോടും പറയില്ല. അമ്മയുടെ അമ്മയും സഹോദരങ്ങളും ഒക്കെ ചുറ്റും പാർക്കുന്നുണ്ട്. അന്നൊക്കെ വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൂരത്തിലാണ്. ഇന്നും അവരങ്ങനെ തന്നെയാണ് താമസിക്കുന്നത്. പക്ഷെ ഇതാരോടും പറയില്ല. അന്നത്തെ ആ കുഞ്ഞറിവ് വെച്ച് അപ്പച്ചൻ്റെ അമ്മയുടെയും സ്വഭാവത്തിന് മാറ്റം വരുവാനൊക്കെ ആയിട്ട് നീണ്ട നാളുകൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. കണ്ടിന്യൂ ആയിട്ടല്ല, ചിലപ്പോൾ ഉച്ച വരെ ആയിരിക്കും, ചിലപ്പോൾ വൈകുന്നേരം വരെ ആയിരിക്കും. അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാനിടയായി തീർന്നു. ഞങ്ങളുടെ അപ്പച്ചൻ രക്ഷിക്കപ്പെടുവാനായിട്ട് ഞങ്ങൾ എല്ലാവരും 25 വർഷം പ്രാർത്ഥിച്ചു. 25 വർഷം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം ഒരു ദൈവകൃത്തിനെ ഞങ്ങളുടെ വീട്ടിലേക്ക് അയച്ചു. അദ്ദേഹം സുവിശേഷം പറഞ്ഞപ്പോൾ ഞങ്ങളുടെ അപ്പച്ചൻ സന്തോഷത്തോടെ അത് കൈക്കൊള്ളുവാനിടയായി തീർന്നു. അപ്പച്ചൻ രക്ഷിക്കപ്പെട്ടു. അതിനുശേഷം ഞങ്ങളുടെ അപ്പച്ചൻ ചർച്ചിൽ വരാനൊക്കെ തുടങ്ങി. കുറച്ച് നാളൊക്കെ കഴിഞ്ഞപ്പോൾ സ്നാനപ്പെട്ടു. ഇപ്പോഴും ദൈവകൃപയിൽ ഞങ്ങളുടെ പിതാവായിരിക്കുന്നു. ഇപ്പോൾ ചില വർഷങ്ങളായിട്ട് വാർദ്ധക്യ സഹജമായ ക്ഷീണങ്ങൾ ഒക്കെ ഉള്ളതുകൊണ്ട് ചർച്ചിലേക്ക് നടന്നു പോകാനൊന്നും കഴിയില്ല. അതുകൊണ്ട് വീട്ടിൽ തന്നെയാണ്. ഇന്ന് 86 വയസ്സുള്ള ഒരു പിതാവായിട്ട് എപ്പോഴും വിളിക്കുമ്പോൾ പറയും, മക്കളെ, അപ്പച്ചനൊന്നും തരാനില്ല, അപ്പച്ചൻ പ്രാർത്ഥിക്കാം, യേശുപ്പച്ചൻ്റെ സ്വർഗീയ ഭണ്ഡാരം തുറന്ന് യേശുപ്പച്ചനെല്ലാം തരും എന്ന് പറയാനിടയിൽ തീർന്നു. കാരണം ഞങ്ങളുടെ പിതാവും മാതാവും ഒന്നും ഞങ്ങൾക്ക് വേണ്ടി ഒന്നും കരുതിയിട്ടില്ല. കാരണം അവർക്ക് രണ്ടുപേർക്കും എഴുത്തും വായനയും വിദ്യാഭ്യാസം ഇല്ല, സ്കൂളിൽ പോയിട്ടില്ല. പല ആവശ്യങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കളൊക്കെ പലരെയും ആശ്രയിച്ചായിരുന്നു എന്നൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെയായിരുന്നു അവരുടെ ജീവിതം. പക്ഷെ ആ പ്രാർത്ഥന മാത്രം പോരെ പ്രിയപ്പെട്ടവരെ, നാം ഒന്ന് ചിന്തിച്ചു നോക്കിക്കുകയും, നാം ഓരോരുത്തരും പലവിധ പ്രതിസന്ധിയിലൂടെ കടന്നു പോയിട്ടുള്ളവരാണ്, പല വേദനയിലൂടെ കടന്നു പോയിട്ടുള്ളവരാണ്. ആകയാൽ അതിലൊന്നും തളർന്നു പോകാനിടയാകാതോണം നമുക്കൊക്കെയും നമ്മുടെ എല്ലാ സങ്കടങ്ങളും, നമ്മുടെ എല്ലാ ആവശ്യങ്ങളും, നമ്മുടെ ഹൃദയത്തിന്റെ ഞരക്കം, ചില സമയങ്ങളിലൊന്നും നമുക്ക് നമ്മുടെ പ്രാർത്ഥനാ വിഷയം എന്ത് ചെയ്യാം, നമുക്ക് സ്തോത്രം ചെയ്ത്, ആ കർത്താവേ എന്റെ ഇന്ന വിഷയങ്ങൾക്കായ സ്തോത്രം എന്ന് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയാത്ത സങ്കട നിമിഷങ്ങളിലൂടെ നാം ഓരോരുത്തരും കടന്നു പോയിട്ടില്ലേ? ഇപ്പോഴും കടന്നു പോകുന്നവര് അല്ലേ പ്രിയപ്പെട്ടവരെ? അപ്പോഴും നോക്കിക്കേ, അത് കേൾക്കുവാൻ വേണ്ടി, നമ്മുടെ ആ സങ്കടം, നമ്മുടെ ആ ഞരക്കം, നമ്മുടെ ആ കണ്ണിനെ കാണുവാൻ വേണ്ടി നമ്മുടെ കർത്താവ് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ. ആ കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മളെയൊക്കെ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ചില വർഷങ്ങൾക്ക് മുൻപ് കർത്താവ് എനിക്ക് തന്ന ഒരു പാട്ടിന്റെ ചില വരികൾ മാത്രം ഞാൻ ദൈവമക്കളുടെ മുൻപാകെ പാടി വാക്കുകളിൽ നിന്ന് വിരമിക്കുവാൻ ആഗ്രഹിക്കുന്നു. വേദനകൾ മാറി മാറി ജീവിതത്തിൽ വന്നിടുമ്പോൾ, വേദനകൾ മാറി മാറി ജീവിതത്തിൽ വന്നിടുമ്പോൾ, ആശ്വാസദായകൻ കൂടെയുണ്ടല്ലോ, യേശുവാം ദൈവം നിന്റെ കൂടെയുണ്ടല്ലോ, ആശ്വാസദായകൻ കൂടെയുണ്ടല്ലോ, യേശുവാം ദൈവം നിന്റെ കൂടെയുണ്ടല്ലോ. കാറ്റുകളും കോളുകളും പടകിലാഞ്ഞടിക്കുമ്പോൾ, കാറ്റുകളും കോളുകളും പടകിലാഞ്ഞടിക്കുമ്പോൾ, ശാന്തത നൽകിയവൻ കൂടെ
കൂടെയുണ്ടല്ലോ. യേശുവാം ദൈവം നിന്റെ കൂടെയുണ്ടല്ലോ. ശാന്തത നൽകിയവൻ കൂടെയുണ്ടല്ലോ. യേശുവാം ദൈവം നിന്റെ കൂടെയുണ്ടല്ലോ. വേദനകൾ മാറി മാറി ജീവിതത്തിൽ വന്നിടുമ്പോൾ, വേദനകൾ മാറി മാറി ജീവിതത്തിൽ വന്നിടുമ്പോൾ, ആശ്വാസദായകൻ കൂടെയുണ്ടല്ലോ. യേശുവാം ദൈവം നിന്റെ കൂടെയുണ്ടല്ലോ. ആശ്വാസദായകൻ കൂടെയുണ്ടല്ലോ. യേശുവാം ദൈവം നിന്റെ കൂടെയുണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവവചനവും ഈ പാട്ടിന്റെ ഈരടികളും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമയം അനുവദിച്ചു തന്ന പ്രിയ സിസ്റ്ററോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സിസ്റ്റർ ആദ്യം വചനം പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ സ്വരം കേട്ടപ്പോഴേ ഞാൻ വിചാരിച്ചു, കർത്താവേ നല്ലോണം പാടുമായിരിക്കുമല്ലോ, നല്ല സൗണ്ടാണല്ലോ. അപ്പോഴെന്തായാലും സിസ്റ്റർ പാടി. ശരിക്കും കർത്താവിൻ്റെ അനോയിൻമെൻറ്റ് നല്ലോണം സിസ്റ്ററിലുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥനയെക്കുറിച്ചുള്ളൊരു ദൂതാണ്. എപ്പോഴും പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഒരു ആറ്റം ബോംബ് പോലെയാണ് അല്ലേ. നമ്മുടെ ഒക്കെ ജീവിതത്തിൽ എന്തെല്ലാം നമ്മളെല്ലാവരും വളരെ വേദനയിലൂടെ തീക്കൊള്ളികളായിട്ട് കർത്താവ് വലിച്ചെടുത്തവരാണ്. നമ്മളെല്ലാം വേദനയുടെ നടുവിൽ കർത്താവിൻ്റെ സ്നേഹം അറിഞ്ഞ് നമ്മൾ വന്നവരാണ്. ഹല്ലേലൂയ. ആ അഭിഷേകത്തിൻ്റെ വലിയൊരു ഒഴുക്ക് ലിസിസിൻ്റെ ആ ശുശ്രൂഷയിൽ ആദ്യം തൊട്ട് അവസാനം വരെ, ആ പാട്ടിൻ്റെ അവസാനം വരെ രുചിച്ചറിയുവാൻ ഞങ്ങൾക്ക് സഹായിച്ചു. കർത്താവിൻ്റെ വലിയ സാന്നിധ്യം ഉണ്ടായിരുന്നു. സിസ്റ്ററിനെയും കുടുംബത്തെ ഞാൻ ഡീറ്റെയിൽസ് ഒന്നും സിസ്റ്ററിൻ്റെ അടുത്ത് ചോദിച്ചില്ല. ഫാമിലി മിനിസ്ട്രി അങ്ങനെയൊക്കെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ശക്തമായി ഇനിയും അധികമായി ശുശ്രൂഷകൾ കർത്താവിനാൽ ഉപയോഗിക്കപ്പെടട്ടെ. ആ പ്രിയ പിതാവ് രക്ഷിക്കപ്പെട്ടു. അത് എത്ര വർഷത്തെ പ്രാർത്ഥന കഴിഞ്ഞിട്ടാണ് ദൈവമക്കളെ. അതുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും എന്തെങ്കിലും ഒരു ദിവസം കർത്താവ് മറുപടി തരും. നമ്മുടെ കർത്താവ് ഹല്ലേലൂയ നമ്മുടെ വേദനകൾ, നമ്മുടെ കണ്ണുനീര് കേൾക്കുന്ന ദൈവമാണ്. നമുക്ക് മറുപടി നൽകുന്ന കർത്താവാണ്. ഹല്ലേലൂയ. ഒത്തിരി നാളൊന്നും നമ്മളെ ആ തീയിൽ കിടക്കാൻ കർത്താവ് അനുവദിക്കത്തില്ല. ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ആ തീയിലിട്ട് നമ്മളെ ശോധന ചെയ്ത് നമ്മളെ നല്ല പൊന്നാക്കി മാറ്റാനത്രേ കർത്താവ് ചെയ്യുന്നത്. ഹല്ലേലൂയ. അത് സന്തോഷത്തോടെ ഏൽപ്പിച്ചു കൊടുത്ത് കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് വെയിറ്റ് ചെയ്യുന്ന ഒരു ദൈവമകൾക്ക്, ദൈവമകന് തീർച്ചയായും ആ മറുപടി ലഭിക്കുക തന്നെ ചെയ്യും. അതിനുള്ള ഉത്തമ വലിയ സാക്ഷ്യമാണ് കർത്താവിൻ്റെ ദാസിയിലൂടെ നമ്മൾ കേട്ടത്. ഹല്ലേലൂയ. ഞാൻ നോക്കിയപ്പോൾ ഉൽപ്പത്തി തൊട്ട് ഏതാണ്ട് പുതിയ നിയമ പുസ്തകം വരെ എല്ലാ പ്രാർത്ഥനകളും എടുത്ത് സിസ്റ്റർ ഉദ്ധരിച്ച് അതിനെ എടുത്ത് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയെക്കുറിച്ച് സംസാരിച്ചു. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ദൂതൻ ഞങ്ങൾക്ക് ഇന്ന് രാത്രി തന്ന സിസ്റ്ററിനോട് എത്ര നന്ദി പറഞ്ഞാലും മതി വരത്തില്ല. ഇനിയും വരും ദിവസങ്ങൾ ഞങ്ങളെ മീറ്റിങ്ങിനകത്ത് വിളിക്കും. ചിലർക്ക് കയറാൻ കഴിഞ്ഞിട്ടില്ല, അവർക്ക് ഹോസ്പിറ്റൽ കാര്യങ്ങളായിട്ടായിരിക്കണം. കടന്നു വന്ന എല്ലാവരും യേശുക്രിസ്തുവിൻ്റെ നാമത്തെ ഞാൻ നന്ദി പറയുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് എന്ത് പ്രാർത്ഥന റിക്വസ്റ്റ് ഉണ്ടെങ്കിലും മെസ്സേജ് ചെയ്താൽ മതി. പേഴ്സണലായിട്ട് പ്രാർത്ഥിക്കണമെങ്കിൽ അങ്ങനെ നമുക്ക് ഒരു നിമിഷം അമ്മയെ ഓർത്ത് പ്രത്യേകം ഒരു നിമിഷം ഞാൻ പ്രാർത്ഥിക്കാം. എല്ലാവരും കൂടെ പ്രാർത്ഥിക്കണമെന്ന് അമ്മയ്ക്ക് നല്ല ഏജ് ഉണ്ട്, 72 ഉണ്ട്. നമ്മുടെ അമ്മയാണ് മീറ്റിങ്ങിൽ സാധാരണ തുടക്കം പ്രാർത്ഥിക്കണേ. അമ്മയ്ക്ക് നല്ല ശ്വാസം മുട്ടലും കഫത്തിൻ്റെ ഒക്കെ പ്രശ്നമായിട്ട് ഇപ്പോൾ ഹോസ്പിറ്റലാണ്. കർത്താവ് പൂർണ്ണമായി സൗഖ്യമാക്കും. കാര്യം 56 വർഷമായിട്ട് ആ അമ്മ 12 മക്കളെ എടുത്തു വളർത്തി കർത്താവിൻ്റെ ശുശ്രൂഷയിൽ നിൽക്കുന്ന ഒരു ദേവദാസിയാണ്. കർത്താവ് ആ ദാസിക്ക് വേണ്ടി നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്വർഗീയ നല്ല കർത്താവേ, അമ്മയെ തിരുകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അപ്പൻ്റെ പാദപീഠത്തെ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. കർത്താവിൻ്റെ ദാസിയെ പൂർണ്ണമായി ഇന്ന് രാത്രി കർത്താവിൻ്റെ അട്ടിപ്പിണരാൽ
പൂർണ്ണമായി സൗഖ്യം പ്രാപിക്കട്ടെ കർത്താവെ. ആ ആശ്വാസമുട്ടലിൻ്റെ പ്രയാസം എല്ലാം യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നീങ്ങി മാറുവാൻ ഞങ്ങൾ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ സ്വർഗീയക്കാരം ഞങ്ങൾ ഇന്ന് കേട്ടതുപോലെ ആ കർത്താവിൻ്റെ ദാസിയെ താങ്ങുന്നതിനായി സ്തോത്രം. അത്ഭുത സാക്ഷ്യം കർത്താവ് കേൾപ്പിക്കുന്നതിനായി സ്തോത്രം. എല്ലാ മഹത്വം വിശ്വസിച്ചെടുക്കണം. ഇന്ന് രാത്രി കടന്നു വന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം. പ്രത്യേകിച്ച് ലിസി സിസ്റ്ററിനെ അനുഗ്രഹിക്കണം. അനുഗ്രഹിക്കപ്പെട്ട ഹല്ലേലൂയ ഒരു സാക്ഷ്യവും കർത്താവെ ഒരു ശുശ്രൂഷയും കർത്താവ് ഞങ്ങളുടെ ദാസിയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ശക്തമായി അനേകർക്കൊരു ഹാലിൽ എൻകറേജ്മെൻറ്റ്, ഒരു അപ്ലിഫ്റ്റ്മെൻ്റ് ആയിത്തീരുവാൻ സ്വർഗ്ഗ സഹായിക്കണം. അനേകരെ വിശ്വാസി നിലനിർത്തുവാൻ അത് സഹായിക്കട്ടെ എന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന എല്ലാവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. വീണ്ടും നമ്മൾ ചൊവ്വാഴ്ച കണ്ടുമുട്ടുവോളം കർത്താവിൻ്റെ ചിറകിൻ്റെ കീഴിൽ എല്ലാവരെയും കർത്താവ് മറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെയും കുഞ്ഞിനെയും ഓർത്ത് നിങ്ങളും പ്രാർത്ഥിക്കുക. നമ്മളെല്ലാം ഒരു കുടുംബമാണല്ലോ. സ്നേഹത്തോടെ ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ നമ്മളെ കർത്താവ് ചിറകിൻ്റെ കീഴിൽ പൊതിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ മീറ്റിംഗ് അവസാനിപ്പിക്കുന്നു. മേ ഗോഡ് ബ്ലെസ് യു ആൾ. ബൈ ബൈ. ലിസി സിസ്റ്റർ, താങ്ക്സ് എ ലോട്ട്. ഞാൻ വിളിക്കാം. ഓക്കെ, നാളെ ഈ ബൈബിൾ ചാനലിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും കേട്ടോ. Okay, may God bless you all. Bye bye. Good night.